നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ, ഒരു സ്പൈസി ചിക്കൻ ഫ്രൈ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം അങ്ങോട്ട് ഒരു മാരിനേഷനൊക്കെ അങ്ങോട്ട് നടത്തിയിട്ടുണ്ടല്ലോ, ഇവനെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നമ്മൾ നല്ല വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഇതിനെ അങ്ങോട്ട് വരയിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതൊക്കെ ആ ദശ കൂടുതലുള്ളിടത്തൊക്കെ നമ്മൾ ഓരോ വരയും ഇട്ട് കൊടുക്കുക, ഉള്ളിലും കൂടെ പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഒരു ചിക്കൻ, അതായത് ഈ അൽഫാമിനൊക്കെ എടുക്കുന്ന പോലെ 4 കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എടുത്തേക്കണത്. കണ്ടോ, ലെഗ് പീസൊക്കെ നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്കിങ്ങനെ വരഞ്ഞങ്ങ് എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നല്ല വരയും കുറിയൊക്കെ ഇട്ടിട്ടുണ്ട്. മസാലയൊക്കെ ഉള്ളിൽ മൊത്തം പിടിക്കണല്ലോ. നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ കഴുകിയതാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ കഴുകാവേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വര വരച്ചപ്പോഴേ ഉള്ളിൽ വല്ല ബ്ലഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഒന്ന് പോയാൽ സാധനം സെറ്റ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേണം ഇതിൻ്റെ മാരിനേഷൻ്റെ പരിപാടി. മാരിനേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ മാരിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഫുള്ള് കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി ചതച്ചത് കുറച്ചിട്ട് കൊടുക്കാം. ചതച്ചതാണ്, പേസ്റ്റ് അല്ല. അടുത്തായിട്ട് നമ്മുടെ വെളുത്തുള്ളി തൊലിയോടെ ചതച്ചതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ്. വെള്ളത്തിൽ കുതിർത്ത് വെച്ച മുളകാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഫ്ലേക്സ് നമുക്കിങ്ങനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അത്യാവശ്യം സ്പൈസിയാണ് സാധനം. അപ്പോൾ ചതച്ച ഐറ്റംസിൻ്റെ അവസാനമായിട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി ഇങ്ങനെ നമ്മൾ ചതച്ചെടുത്താണ്. ഉണ്ടോ, വളരെ വെറൈറ്റി ആയിട്ടുള്ള മാരിനേഷനാണ് കേട്ടോ. അടുത്തായിട്ട് മസാല പൊടികളാണ് കേട്ടോ. നമുക്ക് ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കേട്ടോ. ഇനി ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ ഇതിന് കളറും കൂടി ഉണ്ടാവില്ല. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മാരിനേഷനൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇതൊരു ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് റിക്വസ്റ്റും കൂടെ വന്നൊരു റെസിപ്പിയാണ് കേട്ടത്. അതാണ് നമ്മൾ ചെയ്യാൻ കാരണം. അപ്പോൾ അത് നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് കൊടുക്കണം. ഇനി അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള വെറൈറ്റി കിണ്ണം കാച്ചി റെസിപ്പീസ് വല്ലതും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഹിൽ ടോപ്പ് കിച്ചൺ തന്നെയാണ് പേര്. അപ്പോൾ നമുക്ക് നാരങ്ങ കുരുവില്ലാണ്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മുടെ എല്ലാ നാരങ്ങയും നന്നായിട്ട് നീരെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ചതച്ച ഇതിനകത്തും ഈ മസാലയ്ക്കകത്തൊക്കെ നല്ല രീതിയിൽ ഇതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ കാലൊക്കെ ഉണ്ടോ, ഫുള്ള് ഇതങ്ങോട്ട് മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. വറുത്ത് കോരിയിട്ട് നമുക്കങ്ങോട്ട് കടിച്ച് വലിക്കണതെന്ന് പറഞ്ഞ പോലെ. അപ്പം ഇത്രയും മുളക് ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ചിക്കൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് മാരക എരിവൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന എരിവ് തന്നെ ഉണ്ടാവുള്ളൂ. കാശ്മീർ ചില്ലി ആയതുകൊണ്ട് പറയുന്ന അത്രയും എരിവൊന്നുമില്ല. പിന്നെ ചില്ലി ഫ്ലേക്സും നമ്മൾ അത്രയും എരിവുള്ള മുളകല്ല. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് പെരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കാണാൻ സെറ്റപ്പല്ലേ. അപ്പോൾ ഇവനെ നമുക്ക് അങ്ങോട്ട് അടച്ചു വെക്കാവേ. അപ്പോൾ ഇതൊരു 2 മണിക്കൂറോളം ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ ആ മസാലയ്ക്ക് അങ്ങോട്ട് പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തീ കത്തിക്കലും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡായിട്ട് കഴിക്കാനുള്ള പൊറോട്ട റെഡിയാക്കലും ഒക്കെ ഇതാക്കാം. പൊറോട്ട ചെയ്യുന്നതിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ബീഫ് ഫ്രൈയും പൊറോട്ടയും ചെയ്യുന്നതിൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുത്തേക്കാട്ടാ. അപ്പോൾ എന്നാൽ അത് കഴിഞ്ഞിട്ട് കാണാം. തീയൊന്നും കത്തിച്ചില്ല. തീ കത്തിച്ചില്ല, കത്തിക്കണം.
തീയെ കത്തിച്ച് വെക്കടാ പോയി. അവിടെ പൊറോട്ടയും കഴിച്ചു. പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിലോ ഇവൻ എന്താണെന്ന് പറഞ്ഞാൽ ക്യാമറ എടുത്ത് കൈ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കഴിപ്പിക്കില്ലല്ലോ. അത് നൈസായിട്ട് വെക്കണത്. ഈ ഉരുളിയൊക്കെ കഴുകി പരിപാടി തുടങ്ങാം നമുക്ക്. എന്തോന്നേ കത്തിയൊക്കെ ഇത് മരം മുറിക്കാനുള്ളതല്ല. മരം വേണേലും മുറിക്കാതുകൊണ്ട് മരം മുറിക്കാൻ ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് ഞാൻ പറയാം. സാധനം വേറെ ലെവൽ സാധനം ഗുമ്മല്ലേ. എന്താന്നറിയ എന്റെ സ്മെല്ല് അടിപൊളി. നമുക്ക് പൊരിച്ചെടുക്കാം അവന്. അവിടെ കൊട്ടിപ്പടഞ്ഞ് വീഴുവോ? കൊട്ടിപ്പടഞ്ഞല്ലേ വീഴുന്നു. താടിക്ക് തീ പിടിക്കും ഇപ്പോ. താടിയിലാണ് നിന്റെ നോട്ടെന്ന് പറഞ്ഞത്. ഇത് തീ കത്തുന്നു നോക്ക്. മറ്റേ നമ്മുടെ മുസ്താഖിന്റെ ഓല് വെച്ചിട്ട് എങ്ങനെയുണ്ട് നിന്റെ താടി? എൻ്റെ താടിയൊക്കെ അത്യാവശ്യം പ്രൊവായിട്ട് വളർന്നുണ്ട് അല്ലേ? സ്ഥിരമായിട്ട് യൂസ് ചെയ്തപ്പോ പഞ്ചാണ് സാധനം. അപ്പൊ തീയൊക്കെ നമ്മൾ കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് തീയെല്ലാം കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഉരുളി വെച്ച് അങ്ങോട്ട് പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചൂടായ ഉരുളിക്കകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കൻ ഇടാം കേട്ടോ. ഇതിനകത്തോട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ലെഗ് പീസ് കണ്ടോ നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇടും. അപ്പോൾ അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ലെഗ് പീസും ആണ് കേട്ടോ ഇടുന്നത്. ലെഗ് പീസ് ആദ്യം നമുക്ക് പൊരിച്ചെങ്കിലും എടുക്കണം. എന്നെ രസമല്ലേ എണ്ണക്കകത്ത് ചിക്കൻ കാലിങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിനകത്ത് കിടന്ന ചിക്കൻ്റെ കാലൊക്കെ ഇങ്ങോട്ട് പൊരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് തീക്കകത്ത് വെക്കരുത്. അതായത് ഭയങ്കര തീ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് ചിക്കൻ ഫ്രൈ ഇതാ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ വാട ഇവനെ നമുക്ക് നൈസായിട്ട് ഇലയുടെ മുകളിലേക്ക് ഇങ്ങോട്ട് ഇടാം കേട്ടോ. ഹൈലൈറ്റ് ചിക്കൻ്റെ പൊരിയ എന്താ ഇതിന് പറയടാ? പീര. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാക്സിമം ഇതിൻ്റെ ആ ഒരു മൊരിയും ഒക്കെ നമ്മൾ കോരി മാറ്റണം കേട്ടോ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോവും. അപ്പോൾ അടുത്ത ബാച്ചിലേക്ക് നമുക്കത് സീനായിരിക്കും. അപ്പം നമ്മൾ ആദ്യത്തെ ബാച്ച് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ബാച്ച് ചിക്കൻ നമുക്കിടാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ചിക്കൻ എന്താ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. നല്ല എന്തോരം ചിക്കനാന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ബാക്കിയുള്ള മസാലയുടെ ആ പൊടി ഉണ്ടല്ലോ, അതുകൂടെ അങ്ങോട്ട് ഫ്രൈ ചെയ്തതിൻ്റെ മുകളിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടെ അങ്ങോട്ട് ഇടാം. ഇതിൻ്റെ മസാല നമ്മൾ മിക്സ് ചെയ്ത പൊടിയാണ്. ഇത് നൈസായിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മുകളിൽ ഇടാനുള്ള മസാലയൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണം. മസാലയാ പൊടിയാ എന്താ പറയുക, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൊണ്ട് നമ്മൾ ചതച്ചിട്ടില്ലേ. എൻ്റെ കണ്ടാൽ മതിയല്ലോ സാധനം. പൊറോട്ടയും കൂടി ചുരുട്ടി അങ്ങോട്ട് പെട്ടയ്ക്കണം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മുകളിലിടാനുള്ള പൊടിയൊക്കെ നമ്മുടെ മസാലയൊക്കെ ഇതാ ഫ്രൈ ചെയ്ത് പൊള്ളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ
സാധനം കാണാൻ തന്നെ എന്ത് ഗുമ്മ നോക്കി. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഇടാം. പൊടിയും കൂടെ ഒക്കെ വീണപ്പോൾ തന്നെ ചിക്കൻ്റെ ലുക്ക് അങ്ങോട്ട് മാറിയില്ലടാ. മൊഞ്ചനായി. സാധനം വേറെ ലെവൽ. അപ്പോൾ ഇത് ഈ പൊടി ഫുള്ള് നമുക്കിങ്ങനെ കോരി എടുക്കണം. പൊടിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പൊ നമ്മുടെ ചിക്കൻ പൊരിച്ചതും തല്ലിപ്പരത്തിയ പൊറോട്ടയും എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതങ്ങോട്ട് കഴിച്ചു നോക്കിയാലോ. ഇത് ആവശ്യത്തിന് ചിക്കൻ കാലുകളും അതുപോലെ ബ്രസ്റ്റ് പീസും എല്ലാം ഉണ്ട് കേട്ടോ. ആവശ്യമുള്ള പീസ് ആർക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഏത് പീസാണ് വേണ്ടത്? ലെഗ് പീസ് വേണം ഇന്നാട്ടോ എടുത്തോ. ബ്രസ്റ്റ് പീസ് വേണം ബ്രസ്റ്റ് പീസ് എടുത്തോ. ഏത് പീസാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് എടുത്തോട്ടോ. എന്നിട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് അഭിപ്രായം പറഞ്ഞോ. എന്നാ ഒരു കടി കടിച്ചേ. നമ്മുടെ ചിക്കൻ ഫ്രൈ. ഓ കാണുമ്പോൾ തന്നെ കൊതിയായിട്ട് പാടില്ലേ. പൊറോട്ടയും കൂട്ടി തട്ടണ്ടേ നമുക്ക്. കണ്ടോ നല്ല നൂല് പോലെ ഒരു ലെയർ നോക്കണം. അതിൻ്റെ ലെയറേ ഉള്ളൂ. ഇത് കണ്ടോ ഫുള്ളിങ്ങനെ പപ്സ് പോലെ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ലെഗ് പീസ് അങ്ങോട്ട് എടുക്കാവേ. പൊടിയൊക്കെ നമുക്ക് രണ്ടാമത് കഴിക്കാമെന്ന് പറഞ്ഞ പോലെ. ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. എന്ത് രസമാ. എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്ക്. എല്ലാത്തിൻ്റെ ആ ഒരു ഉപ്പും എല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. എരിവൊന്നും അധികമില്ല കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ പൊടി കൂട്ടിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. നമുക്ക് ആ ചിക്കൻ്റെ കാലിലോട്ട് കണ്ട കുറച്ച് പൊടി അങ്ങോട്ട് എടുത്ത് നോക്കട്ടെ. പൊടി എങ്ങനെയുണ്ടെന്ന് അറിയണല്ലോ. നമുക്ക് ചിക്കൻ കൂട്ടി അങ്ങോട്ട് കഴിക്കാം. കണ്ടോ ഇവിടെ പൊടിയൊക്കെ വൈബ് സാധനം കേട്ടോ. അടിപൊളി ഫീലല്ലേ. ആണോന്നോ വേറെ ലെവൽ. ഇനി നമുക്ക് പൊറോട്ടയും കൂടി പഠിക്കട്ടെ. ഇനി നമുക്ക് ഒരു പീസ് ചിക്കൻ നമ്മുടെ പൊറോട്ടയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഇടാം കേട്ടോ. കുറച്ച് പൊടിയും കൂടെ അങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. എൻ്റെ മോനെ ആ പൊടി മാത്രം മതി കേട്ടോ. നമുക്ക് പൊറോട്ടയിൽ നിന്ന് കുറച്ചങ്ങോട്ട് എടുക്കുക. ഇത് ലെയർ കണ്ടോ എന്നാ സൂപ്പറായിട്ടുണ്ട്. ഇതിന്ന് ഇങ്ങനെ ആ പൊടിയും കൂട്ടി ഇതിന്ന് ഒരു കഷ്ണം ചിക്കനൊക്കെ എന്നാ സോഫ്റ്റാന്ന് നോക്കിയിടാ. ചിക്കനും ഒരു പീസ് ഇതിനകത്തോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ട് എടുക്കണം. നീ എന്താണ് കൊതി വിടണ? ഇത് കണ്ട് ക്യാമറ വെച്ചിട്ട് നീയും പോരെ. ഉറപ്പായിട്ടും ഇന്ന് എനിക്കധികം ക്ഷമ കുറവാണ്. എല്ലാം ഒന്നിനൊന്നും മെച്ചോട്ടോ. ചിക്കൻ ഫ്രൈ ആണെങ്കിലും ഇതിൻ്റെ പൊടിയാണെങ്കിലും പൊറോട്ട ആണെങ്കിലും എല്ലാം വേറെ ലെവൽ. അപ്പം ഈ സാധനം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ് അത്രയ്ക്ക് അടിപൊളിയായിട്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ക്യാമറ വെച്ചിട്ട് പോരെ. അല്ല ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ചേട്ടാ പൊറോട്ട ഇവിടെ ഇരിക്കും. ഞാൻ ചിക്കൻ്റെ ഫണ്ട് ഇവിടുന്ന് എന്തേലും ഇവിടുന്ന് എന്തെങ്കിലും ഇരിക്കാൻ എടുത്തോണ്ട് വരാൻ ഞാൻ പറഞ്ഞാണ്. അപ്പം അതൊന്നും എടുക്കാണ്ട് നേരെ അയിമിച്ചിങ് വന്നിട്ട് കല്ലൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. വറുത്ത് കോരിയപ്പോൾ തന്നെ വാരി തിന്നാണ്. അത് വേറെ വിഷയം. അത് ആരാണല്ലോ എടുക്കില്ല കേട്ടോ. ക്യാമറമാന് കൊടുക്കുന്നില്ലെന്നാണ് ഫുള്ള് പരാതി. എല്ലാവരും എൻ്റെ അടുത്തല്ലേ പറഞ്ഞത്. അതല്ല ഇത് ഇടയ്ക്ക് ഇപ്പോൾ കഴിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പരിപാടി എന്ന് ചോദിച്ചത്. പൊളിയുണ്ടോ? എല്ലാവരും കഴിക്കുന്നുണ്ടോ? അല്ലാണ്ട് ചുമ്മാ നമ്മൾ കഴിക്കാതെ ഒന്നുമല്ല. പിന്നെ ഫുഡ് ഒരിക്കലും വേസ്റ്റ് ചെയ്യില്ല. അതൊരു പരിപാടി. അതൊന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ. പൊറോട്ടയോട് കൂട്ടുമ്പോൾ സെറ്റ് കേട്ടോ. അടിപൊളി. ഫുഡ് വേസ്റ്റ് ചെയ്യണം. ഇതെന്താ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിതിപ്പം നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ബന്ധുക്കാരുണ്ട്, അവർക്ക് കൊടുക്കും. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് കൊടുക്കും. അവരുടെ വീട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. അല്ലാണ്ട് ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കളയോ? ഒരിക്കലും കളയില്ല. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് ക്യാമറയിൽ നമ്മൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നല്ലോ. നമ്മുടെ ഫാമിലിയിലെ അംഗങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് അങ്ങനെ ഇത് വരും. കഴിച്ചിട്ട് അഭിപ്രായം പറയാം. നീ കഥ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ രണ്ടും കൂടെ കൂട്ടി കഴിച്ചപ്പോഴേ പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോൾ ഹെവിയാണ്. ഈ എന്നോടല്ലേ ക്യാമറ പൊറോട്ടയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോഴേ
പരിപ്പൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ഇട്ടാ കറക്റ്റ് കോമ്പിനേഷനാണ് അല്ലേ? എങ്ങനെയുണ്ട് രണ്ടും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ? സാധനം വേറെ ലെവലാണ്. ഒരു രക്ഷയില്ല, അത്രയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ തന്നെ കഴിച്ച കൊള്ളുന്നതാണ്. അല്ല, ചിക്കൻ തന്നെ കഴിക്കുകയാണെങ്കിൽ തന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കാന്ന് പറഞ്ഞാൽ രണ്ടും അടിപൊളിയാണ് കേട്ടോ. എങ്ങനെ വേണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവർക്കൊന്ന് ഇത് ട്രൈ ചെയ്യാവുന്ന എളുപ്പമല്ലേ പരിപാടി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെയാണോ നീ പറയുന്നത്? അല്ല, കറക്റ്റായിട്ട് നീ കഴിച്ചിട്ട് ഒരു വിധത്തിലാണ് ഞാൻ പറഞ്ഞ് ഒപ്പിക്കുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? കഴിച്ചിട്ട് നിനക്ക് തോന്നി അങ്ങ് പറഞ്ഞാൽ മതി. നമ്മുടെ ആൾക്കാരാണ്, അവർക്ക് മനസ്സിലാവും. എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയുണ്ട്. ഹെവി. ഇതേ സെയിം മെത്തേഡിലൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ട്രൈ ചെയ്യുന്നത്. അപ്പം അത്രയും നന്നായിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, അവസാനം കഴിച്ചോട്ടോ. ഇത് കഴിച്ചോണ്ടേ ഇരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നത് താഴെ കമൻ്റ് ആയിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും പീസ്.